ഇന്ന് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നത്. ടോയ്ലറ്റിൽ 2 വയസ്സായ ബേബിക്കാണ് ഞാൻ ഈ ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈനിങ്ങിൻ്റെ മുകൾ ഭാഗം ആദ്യം കരടിച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് മുതലാണ് ആദ്യം നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഡ്രസ്സിൻ്റെ ചെസ്റ്റിൻ്റെ വിടുത്ത് വേണ്ടത് 20 ഇഞ്ചായിരുന്നു. അപ്പോൾ ഈ 20 ഇഞ്ചിന് നമ്മൾ 5 ഇഞ്ചിലാണ് 4 ഭാഗമാക്കിക്കൊണ്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ബാക്ക് ഭാഗം 2 സൈഡിലും സിബ് വെക്കാനുള്ള 1.5 ഇഞ്ച് ഒഴിച്ചിടണം. ഞാൻ ക്ലോത്തിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, കാരണം ഇഷ്ടമുള്ളത്ര ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഉൾഭാഗത്തേക്ക് നല്ല മടക്കി വെച്ചിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പൊങ്ങിക്കും ഡ്രസ്സ്. അപ്പോൾ ഞാൻ ഈ ലൈനിങ്ങിന് 4 ഭാഗമാക്കിയിട്ട് അത് ഓരോ ഭാഗവും 5 ഇഞ്ച് കണക്കാക്കിയാണ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഏകദേശം നല്ല ഉള്ളിലാക്കിക്കാണ്ട് കറക്റ്റിൽ വേണം അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ടോയ്ലറ്റ് പ്ലീറ്റ് ഇടുന്നത്. എന്നാലും ഈ ഒരു പ്ലീറ്റ് ഇട്ട ഭാഗം നമ്മൾ കുറച്ച് തെറ്റിപ്പോയാലും മുകൾക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് നമുക്കിത് കാണൽ. ഇത് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടോയ്ലറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ഫാഷൻ മേക്കർ മെഷീൻമേൽ സിഗ്സാഗ് സ്റ്റിച്ചിൽ ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ലൈനിങ്ങിൻ്റെ മുകൾക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ടാണ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് തുടങ്ങുമ്പോഴേ ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി, അതാണ് അത് മിസ്സായി പോയത്. അങ്ങനെ ഇതും ഏകദേശം 4 ഭാഗം കണക്കാക്കി കണ്ടാണ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ചെറിയ പ്ലീറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്യാൻ നമുക്ക് നൂലിട്ടിട്ട് വലിച്ചാലും മതി, പക്ഷേ എനിക്ക് അതിനേക്കാളും ഈസി ഞാൻ ഇതുപോലെ ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഞാനിത് കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലീറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറച്ച് ക്ലോത്ത് ഇങ്ങോട്ട് കൂടുതലെടുത്തിട്ട് അത് തിക്കാക്കിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കണക്കാക്കിയിട്ട് 4 ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ 4 ഭാഗം നമ്മൾ കറക്റ്റിൽ വരുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ 2 സൈഡിൽ നമ്മൾ ബാക്ക് ഭാഗം 1.5 ഇഞ്ച് ഒഴിച്ചിട്ടില്ല, ആ ഭാഗത്ത് നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സിബ് വെക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കാം. നമ്മൾ മുകൾ ഭാഗത്ത് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തില്ല, അതിൻ്റെ നേരെ താഴെ ഒരു 1/4 ഇഞ്ചിൽ ഞാൻ ഒരു സ്കെയിലടി ഞാൻ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് നമ്മൾ വളയാതെ ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് ആ ഡ്രസ്സിന് ഭംഗി കിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിൽ സിബ് വെച്ചത്. ഇത് ഞാൻ കോട്ടൺ ലൈനിങ് ഒന്നും ഇതിന് യൂസ് ചെയ്തിട്ടില്ല. ഇത് കസ്റ്റമർ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്തൊരു ഉടുപ്പായിരുന്നു. സാറ്റിൻ ലൈനിങ്ങും ടോയ്ലറ്റും മാത്രമാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റ് പറഞ്ഞാൽ ഈ ഒരു ക്ലോത്തിൽ ഏത് ഡ്രസ്സും പ്ലെയിനായിട്ട് ചെയ്താലും നമുക്ക് അത് ഒരു പാർട്ടി വെയർ ലുക്ക് ഉണ്ടാവും. അപ്പോൾ കസ്റ്റമർ കുട്ടിക്ക് വേണ്ടിയിട്ട് സിമ്പിളാക്കിയിട്ടൊരു ഡ്രസ്സ് മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ടോയ്ലറ്റ് യൂസ് ചെയ്തത്. സിബ് വെക്കണ വീഡിയോ ഞാൻ അതിൽ ഫുള്ള് വെച്ചിട്ടില്ല, ഞാൻ അതേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ പിൻ ചെയ്ത് വെക്കണ്ടേ. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ ലെങ്ത്ത് ഒരു 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ 8 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് കയറ്റി വെക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ വിടുത്ത്, ഈ ക്ലോത്തിൻ്റെ വിടുത്ത് 4 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് കുറച്ച് കട്ടിയിൽ നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാണ്ട്, ഇതിൻ്റെ മുകളിൽ നമ്മൾ നല്ലപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇത് നല്ല കട്ടിയിൽ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ 1.5 ഇഞ്ച് വീതിയിൽ ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ഒരുപാട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു വള്ളിമേൽ ഞാൻ 4 തട്ടാക്കിയിട്ടൊക്കെയാണ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ ഒരു തട്ടും പിന്നെ 2 തട്ടൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് നോക്കി. എന്നിട്ട് പിന്നെ തിക്കില്ലാതായപ്പോഴാണ് പിന്നെയും ഞാൻ അതിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചത്. അങ്ങനെ നമുക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കറക്റ്റാക്കിയിട്ട് കത്രികയിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ 1 നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 1 വെക്കണതാണ് കാണിക്കുന്നത്, രണ്ടാമത്തെ വെക്കണത് കാണിക്കണില്ല. അപ്പോൾ ഇതിൻ്റെ 2 എൻഡ് ഭാഗവും നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അത് ഉടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉടുപ്പിൽ നമ്മൾ ഏകദേശം വിടുത്ത് കണക്കാക്കി കണ്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നെക്കിൻ്റെ വിടുത്ത് നമ്മളൊരു 4 ഇഞ്ച് എടുത്തിട്ട് അത് കണക്കാക്കിയിട്ടാണ് നമ്മളിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ ആ ലൈന് തെറ്റാതെ ആ ലൈനുമ്മ കൂടി തന്നെ നല്ല കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ അതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ സ്ലീവ് നമ്മൾ അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇതിലേക്ക് മാച്ച് ചെയ്യണ ഒരു എയർ ബാൻഡും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സ്ലീവിൻ്റെ അതേപോലെ തിക്കായിട്ട് നിൽക്കുന്ന ഒരു എയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ഫുള്ളാക്കിയിട്ട് എടുത്തിട്ടില്ല. എയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ തിക്കായിട്ടുള്ള പ്ലീറ്റ് ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു അലാസ്റ്റിക്കിൻ്റെ ബാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന്മേൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉടുപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. ഇത് കസ്റ്റമർ ഇട്ട ഫോട്ടോ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഫോട്ടോ കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും നിങ്ങളെ റിലേറ്റീവിലെ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കുറച്ചൊക്കെ വർക്ക് ഉള്ളതുകൊണ്ട് എല്ലാ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയില്ല.
എന്നാലും എനിക്ക് കഴിയുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ പുതിയൊരു പാർട്ടായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.